റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച മസ്ജിദുൽ അഖ്സയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇസ്രായേൽ. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ നിന്ന് 10,000-ൽ താഴെ മാത്രം ആളുകളെ മാത്രമേ പള്ളിയിലേക്ക് അനുവദിക്കൂ എന്നതായിരുന്നു ഇസ്രായേലിന്റെ നിലപാട്. ഇതുമൂലം നിരവധി പേരാണ് ചെക്ക് പോസ്റ്റിൽ കുടുങ്ങിയത്. അതിനിടെ ഗസ പുനർനിർമ്മാണ പദ്ധതികൾ മുൻപോട്ടു പോകുന്ന വേളയിലും അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ഗസയുടെ ദുരിതം തുടരുകയാണ്. അബ്ബാസ് മുഹമ്മദോട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അബ്ബാസ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അതായത് തകർന്ന കെട്ടിടങ്ങൾക്കിടയിലെല്ലാം നോമ്പ് തുറക്കുന്ന ആ ഗസ ജനതയുടെ കാഴ്ചകൾ. ഇപ്പോൾ ഈ ഒരു റംസാൻ കാലത്തും അവർക്കെതിരായ അനീതി തുടരുകയാണോ? ആദ്യത്തെ തീർച്ചയായിട്ടും ഇന്ന് ഈ മസ്ജിദുൽ അഖ്സയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടാകുന്നത്. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്. മക്കയും മദീനയും കഴിഞ്ഞാൽ പിന്നീട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഈ ഈ മസ്ജിദിൽ ഇന്ന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇന്നത്തെ ഒരു ജുമ നമസ്കാരത്തിന് ഇസ്രായേൽ ഭരണകൂടം അനുവദിച്ചതെന്നുള്ളതാണ്. ഈ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ഏകദേശം 4 മുതൽ 5 ലക്ഷം വരെ ആളുകൾക്ക് ഈ കോമ്പൗണ്ടിൽ നമസ്കരിക്കാൻ കഴിയുന്ന ഒരു പ്രവിശാലമായ മസ്ജിദാണ്, പള്ളിയാണ്. ഈ പള്ളിയിൽ നിലവിൽ ഈ ജെറൂസലമിൽ കിഴക്കൻ ജെറൂസലമിലാണ് ഈ പള്ളി നിലകൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഈ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ആളുകളുമാണ് ഈ പ്രധാനമായിട്ടും ഈ മസ്ജിദിൽ ഒത്തുചേർന്ന് പ്രാർത്ഥനയ്ക്കായി ഒത്തുചേരാറുള്ളത്. ഇതിൽ 2 തരത്തിലാണ് ഇസ്രായേലിൽ ഫലസ്തീനികളെ ഈ മസ്ജിദിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. വളരെ കടുത്ത നിയന്ത്രണങ്ങളുടെ മസ്ജിദ് കൂടിയാണ്, ഇസ്രായേലിൻ്റെ നിയന്ത്രണങ്ങളുള്ള മസ്ജിദ് കൂടിയാണ് മസ്ജിദുൽ അഖ്സ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ കിഴക്കൻ ജെറൂസലമിലുള്ള ആളുകൾക്ക് ID കാർഡ് കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയും. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ആളുകൾ പ്രധാനമായിട്ടും ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നത് സാധാരണ വരാറുള്ളതാണ്. എങ്കിലും അവർ കൂട്ടമായി വരാറുള്ളത് ഇതുപോലെ ഈ റമദാൻ മാസത്തിലെ വെള്ളിയാഴ്ചകളിലും അതുപോലെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന റമദാനിലെ 27-ാം രാവിലും അതുപോലെ മറ്റു പ്രധാനപ്പെട്ട ആഘോഷ ദിവസങ്ങളിലും ഇതുപോലെയുള്ള ആഘോഷ ദിവസങ്ങളിലുമാണ്. ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഈ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇന്ന്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അഥവാ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കടന്നിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഈ ചെക്ക് പോസ്റ്റിൽ വളരെ കുറഞ്ഞ ആളുകളെ മാത്രമാണ് ഈ ഇസ്രായേൽ ഒരു ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം 2000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഇന്ന് ഇസ്രായേൽ സേന ഇങ്ങോട്ട് ഈ മസ്ജിദിലേക്ക് ഫലസ്തീനികളെ കടത്തിവിട്ടത് എന്നുള്ളതാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം 2.5 ലക്ഷത്തിലേറെ ആളുകളാണ് ഈ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി മസ്ജിദുൽ അഖ്സയിൽ ഒത്തുകൂടിയിരുന്നത്. ഈ സമയത്താണ് ഇത് 10,000-ൽ താഴെ മാത്രമായി ഈ ഇസ്രായേൽ ഭരണകൂടം നിജപ്പെടുത്തുന്നത്. വളരെ കർശനമായ നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തുന്നു. ഇതോടുകൂടെ മറ്റൊരു കാര്യം, ഈ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതുപോലെ 55 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ, 50 വയസ്സിനോ അതിനു മുകളിലുള്ള സ്ത്രീകൾ എന്നിവരെയാണ് ഇസ്രായേൽ ഭരണകൂടം നിലവിൽ ഈ ചെക്ക് പോസ്റ്റ് വഴി നിലവിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഈ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള അനുമതി നൽകുന്നത്. ഇങ്ങനെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഒരു വിശുദ്ധ ആരാധനാലയത്തിലെ പ്രാർത്ഥനയ്ക്കായി എത്തുന്ന വിശ്വാസികൾക്ക് മേൽ ഇസ്രായേൽ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെസ്റ്റ് ബാങ്കിലെയും അതുപോലെ ജെറൂസലമിലെയും കാര്യമാണ്. എങ്കിൽ ഗസയിൽ പതിവ് പോലെ തന്നെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഇന്നും ഉണ്ടായി. ഇന്ന് അവിടെ ഒരു കുഞ്ഞിന് പരിക്കേറ്റു. അതോടുകൂടെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഗസയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വളരെ ത്വരിതഗതിയിലുള്ള അതിവേഗത്തിലുള്ള പ്ലാനുമായി യുഎസും അതുപോലെ അറബ് രാജ്യങ്ങളും നമുക്കറിയാം ഗസയുടെ സാധാരണ ജീവിതത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക്, ഗസ പുനരധിവാസം, അതിന് വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിനിടെ യുഎസും അറബ് രാജ്യങ്ങളും അടക്കം ഗസയ്ക്ക് സഹായവുമായി മുന്നോട്ട് വരികയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് എപ്പോൾ ഗസയിലെ ജനതയ്ക്ക് ഒരു സമാധാനം ഉള്ള ഒരു ദിനങ്ങൾ പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും നമുക്ക് ഇക്കാര്യത്തിൽ ഒരു നിയതമായൊരു തീയതിയോ കൃത്യമായിട്ടൊരു ഡേറ്റോ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സമീപകാല സംഭവ വികാസങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ 2ാം ഘട്ട വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഉപാധി ബന്ദികളുടെ അവസാനത്തെ അവശേഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ റഫയുടെ അതിർത്തി തുറക്കുക എന്നുള്ളതായിരുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ഉപാധിയായിരുന്നു. ബന്ദിയുടെ അവസാനത്തെ അവശേഷിപ്പ് ലഭിച്ചു കഴിഞ്ഞിട്ട് 2 ദിവസത്തിന് ശേഷമാണ് റഫയിലെ അതിർത്തി, ഈജിപ്തുമായി പങ്കിടുന്ന റഫ അതിർത്തി വളരെ പരിമിതമായ രീതിയിലെങ്കിലും തുറക്കാനുള്ള ഒരു നടപടി ഇസ്രായേൽ ഭരണകൂടം
കൈക്കൊണ്ടത് എന്നത് മാത്രമല്ല ഇപ്പോഴും അതുവഴി കാൽനട യാത്രക്കാർക്ക് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത്. അത് തന്നെ വളരെ പരിമിതമായ അളവിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗസയുടെ പുനർനിർമ്മാണം സാധ്യമാകണമെങ്കിൽ വലിയ ട്രക്കുകളടക്കമുള്ള വലിയ സാമഗ്രികൾ ഗസയിലേക്ക് വരേണ്ടതുണ്ട്. യുഎന്നിൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ഗസയിലെ 90% അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതായിട്ടുണ്ട്. അവിടെ സമ്പൂർണ്ണമായി ഇല്ലാതായ ഒരു പ്രേത നഗരം പോലെയാണ് നിലവിൽ ഗസ നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടതാണ്. ഈ അക്കൂനകൾക്കിടയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നോമ്പ് തുറക്കുന്ന നമസ്കരിക്കുന്ന ഗസക്കാരുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണമായി തകർന്നു കിടക്കുന്ന ഗസയാണ്. അവിടെ ടെൻറ്റുകളാണ് നിലവിൽ ആളുകൾ ടെൻറ്റുകളിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ടാർപോളിൽ വലിച്ചു കെട്ടിയ ഷെഡുകൾക്ക് കീഴേ അതുപോലെ ടെൻറ്റിനൊക്കെ കീഴെയുള്ള അന്തി ഉറങ്ങുന്ന ജീവിതമാണ് ഗസയിലേത്. അത് ഗസയിലൊരു ജീവിതം തളിർക്കണമെങ്കിൽ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വലിയ സഹായങ്ങൾ വേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ബോർഡ് ഓഫ് പീസിൻ്റെ ആദ്യ യോഗത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. US അതുപോലെ അറബ് രാഷ്ട്രങ്ങൾ അടക്കമുള്ള രാഷ്ട്രങ്ങൾ $17 ബില്യൺ ഒരു വലിയ പ്രഖ്യാപനമാണ് അത് നടത്തിയത്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് US-ന് നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ്. അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ഗസയുടെ പുനർനിർമ്മാണങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷാ നിർഭരമായ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ഇത് UN-ന് സമാന്തരമായി ജോലി ചെയ്യുന്ന UN-ന് സമാന്തരമായി വർത്തിക്കുന്ന ഒരു ബോഡിയാണ് എന്ന് യൂറോപ്യൻ യൂണിയൻ ഒരു ശക്തമായ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ബ്രിട്ടൻ അതുപോലെ ഫ്രാൻസ്, കനഡ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.